അക്കാലത്ത് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി. മോശയെ പോലെ സൗന്ദര്യമുള്ള ആരും ആ കാലയളവിൽ ഇല്ല. മോശയുടെ സൗന്ദര്യത്തിന്റെ പ്രത്യേകത ജനിച്ചപ്പോഴേ സൗന്ദര്യമാണ്. ഞാനും നിങ്ങളും ജനിച്ചപ്പം തല കോടിയിരുന്നു, തലയുടെ പുറകെ പൊതിയാ തേങ്ങ പോലെ ഇരുന്നു, കാലൊരെണ്ണം വളഞ്ഞിരുന്നു, കണ്ണ് മിക്കവാറും കോങ്കണ്ണാകാനായിരുന്നു സാധ്യത, മൂക്ക് നിലന്തല്ലിക്ക് അടിച്ചു പരത്തിയ പോലെ, മൂക്കില്ലായിരുന്നു, 2 തുളയേ ഉള്ളായിരുന്നു നമ്മൾ ജനിച്ചപ്പോഴേ. ഒരു രോമം പോലും തലയിൽ ഇല്ലായിരുന്നു. നമ്മൾ ചിന്തിച്ചത് അയ്യമ്മേ ഇതെങ്ങാനും കിളിച്ചു വരുമോ, അതോ ഈ മുട്ട പോലെ ഇരിക്കുമോ? സ്തോത്രം. അങ്ങനെയൊക്കെ ഒത്തിരി അപാകതയായിരുന്നു നമ്മൾ ജനിച്ച സമയത്ത്. എന്നാൽ മോശ അങ്ങനല്ല, ജനിച്ചപ്പോഴേ ദിവ്യ സുന്ദരനാണ്. നമ്മള് ജനിച്ച് പിന്നെ ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ട്, ദൈവം കരുണ ചെയ്തത് കൊണ്ടാ, കുളിപ്പിക്കാൻ വന്ന അമ്മ, ഞങ്ങളുടെ ഇവിടെയൊക്കെ വൈറ്റാട്ടി എന്നാ പറയാന്, അവര് നല്ലതുപോലെ കുളിപ്പിച്ചു, തലയെല്ലാം തിരുമി ഒരു പരുവത്തിലാക്കി, കാലും കയ്യും എല്ലാം പൂത്തും തുടച്ചും അല്ലേ. മിക്കവാറും കൂന്തപ്പൊക്കൾ വരാനായിരുന്നു സാധ്യത. അതെല്ലാം അവര് കൈകൊണ്ട് ഞെക്കി കുളിപ്പിച്ച്, മൂക്കല്ല എത്ര നേരം പരിശ്രമിച്ചാത് ഇപ്പൊ ഒരിച്ചിരി നീണ്ടിരിക്കുന്നത് ഇല്ല, വേറെ 2 തുളയായിട്ട് തന്നെ ഇരിക്കേണ്ടതാണ്. സ്തോത്രം. മുടിയൊന്നും ഇല്ലായിരുന്നു, അതെല്ലാം പിന്നത്തേതില്ല ഇതൊക്കെ ഉണ്ടായി. എന്നാൽ മോശ അങ്ങനല്ല, ജനിച്ചപ്പോഴേ ദിവ്യ സുന്ദരനാണ് എന്ന് പറഞ്ഞാൽ തന്റെ സൗന്ദര്യം ആർട്ടിഫിഷ്യലായിട്ട് പിന്നെ ഉണ്ടാക്കിയെടുത്തതല്ല, ജന്മന ലഭിച്ചതാ. സംസ്കൃതത്തിൽ ഒരു പദമുണ്ട്, ജന്മനാ ജായതേ, ജനിച്ചപ്പോഴേ കിട്ടുന്നതാണ്. മോശയ്ക്ക് അങ്ങനായിരുന്നു. പിന്നെ വളരുന്തോറും സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരുന്നു. അങ്ങനെ സൗന്ദര്യ സമ്പൂർണനായ ഈ മനുഷ്യന്റെ താഴ്മ ദൈവം ഇടപെട്ടപ്പോ പറയാ, കർത്താവേ ഞാൻ എന്തുള്ളൂ. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ നമുക്ക് ഒരല്പ സൗന്ദര്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയും ചിലര് നമ്മളോടത് മുഖത്ത് നോക്കി പറയുകയും ചെയ്താണ്. പിന്നെ ചിലര് നിലത്തും താഴെയൊന്നും അല്ല നടക്കുന്നത്. സ്തോത്രം. അത്രയും പറഞ്ഞ ഭാഗം വിടുക. എന്നാൽ മോശ നമുക്ക് നല്ല ഒരു പാഠം തരിക. സൗന്ദര്യം നിലനിൽക്കുന്നതല്ല, ഇത് വ്യർത്ഥമാണ്. സ്തോത്രം. നിലനിൽക്കുന്ന ഒന്നുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങിക്കോണം. സ്തോത്രം. കാൺമതെല്ലാം മായയത്രേ, കാണാത്തതോ നിത്യമത്രേ. കാൺമതെല്ലാം മായയത്രേ, കാണാത്തതോ നിത്യമത്രേ. നിത്യജീവൻ നൽകിടുവാൻ നിൻപേർക്കേശു ക്രൂശിലേറി. മന്മയമാ ഈ ഉലകിൽ കാൺമതെല്ലാം മായയത്രേ. മന്മയമാ ഈ ഉലകിൽ കാൺമതെല്ലാം മായയത്രേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്നതെല്ലാം മായ. ശലോമോൻ പറഞ്ഞു, മായ മായ, സകലതും മായ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഞാൻ പണ്ട് സൂചിപ്പിച്ചതാ, നിങ്ങൾക്ക് അറിയാം, എങ്കിലും സന്ദർഭം വന്നതുകൊണ്ട് ഒന്നുകൂടെ ഓർപ്പിക്കുക. പേരൊന്നും പറയുന്നില്ല. പണ്ടൊരു സിനിമാ നടി, പത്രത്തിലൊക്കെ കണ്ടതാ,
അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും, അവരുടെ അന്നൊക്കെ ഈ എഴുതി തരുന്ന തന്നെ പറയുന്നത് ഓട്ടോഗ്രാഫ്, അതൊക്കെ ഒന്ന് എഴുതി മേടിക്കാനൊക്കെ കൊച്ചുങ്ങളെല്ലാം കിടന്ന് തെള്ളായിരുന്നു. സ്തോത്രം. വല്യപ്പന്മാര് വരാ ചെന്ന്. ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത്. ഒടുവിൽ ബോംബെയിലെ ഒരു പ്രത്യേക ഫംഗ്ഷന് ഈ ലേഡിയെ വിളിച്ചു. അവര് സ്റ്റേജിൽ വന്നപ്പം പട്ടണം ഇളകി. ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവരെ ഒരു നോക്കൊന്ന് കാണാൻ. അധികം വിവരിക്കുന്നില്ല. ഒടുവിൽ സംഘാടകര് ബുദ്ധിയുള്ളവരാ. ഇവര് സ്റ്റേജ് ഷോ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരാപ്പിൾ കൊടുത്തു. അവര് ആപ്പിളിൽ ഒന്ന് കടിച്ചു. കടിച്ച ഭാഗം ചവച്ചടക്കി. ശേഷമുള്ള ആപ്പിള് കയ്യിൽ, അത് ലേലം വിളിച്ചു. എവള് കടിച്ച ആപ്പിളിന്റെ വാക്ക് കടിക്കാൻ ലക്ഷങ്ങള് ലേലം വിളിച്ചു. അന്നത്തെ കാലത്ത് എൻ്റെ കേട്ടുള്ള അറിവ് ഏതാണ്ട് 85 ലക്ഷം രൂപ ഈ തള്ള കടിച്ച ഒരു ആപ്പിളിന്റെ വാക്ക് കടിക്കാൻ. മനസ്സിലായോ? അവരത്ര സൗന്ദര്യമായിരുന്നു. പക്ഷെ ആ സ്ത്രീ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് മുഖമെല്ലാം വികൃതമായി ഒടുവിലാരും അവരെ മൈൻഡ് ചെയ്തില്ല. ഇതാണ് ലോകം. ഇതാണ് നമ്മുടെ സമൂഹം. എന്നാൽ നിനക്ക് ലോകപ്രകാരം വലിയ സൗന്ദര്യമൊന്നുമില്ലെങ്കിലും നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് പരമാർത്ഥ മനസ്സോടെ നിന്നാലാവും വിധം വിശ്വസ്തയോടെ കർത്താവിനെ ഭജിച്ചാൽ ഒരു നാളും ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഒരു നാളും നിന്നെ കൈവിടുകയല്ല. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്ക ഇല്ലെന്നോ പരമാർത്ഥമായി അവൻ ചൊല്ലിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്ക ഇല്ലെന്നോ പരമാർത്ഥമായ ചൊല്ലിട്ടുണ്ട്. ഓ ആകാശം ഭൂമിയും ആകെ ഒഴിഞ്ഞാലോ ആയവൻ ബാക്കിനു ഭേദമില്ല. ആകാശം ഭൂമിയുമാകെ ആയവൻ ബാക്കിനു ഭേദമില്ല. എന്തെല്ലാം വന്നാലും കർത്താവ് പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യോ. അമ്മ എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. എന്തിനേറെ ബോംബെക്കാരിയുടെ കാര്യം പറയുന്നു. കേരളത്തിൽ തന്നെ സ്തോത്രം നല്ല സ്റ്റാറായിട്ടൊക്കെ തിളങ്ങിയ പലരുടെയും അവസാനം പത്രദ്വാരയിലും ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാ. ചിലരെ ഒടുവിൽ ചികിത്സയ്ക്ക് പണം പോലും ഇല്ലാതെ ഭിക്ഷക്കാരെ പോലെ യാചിക്കുന്നതും നമ്മൾ കാണുന്നതാ. സ്തോത്രം. ആ ഫീൽഡ് നിൽക്കുമ്പോൾ അവർക്ക് ഇരിക്കാൻ കസേര കൊണ്ട് കൊടുക്കുന്നു. വിയർപ്പ് വന്നാൽ അത് ഒപ്പാൻ ആൾക്കാർ നിൽക്കുന്നു. കാല് ഇങ്ങനെ കാണിച്ചാൽ മതി, ഷൂ ഇട്ട് കൊടുക്കാൻ ആള് നിൽക്കുന്നു. സ്തോത്രം. അവരെ കുളിപ്പിക്കാൻ ആള്, തോർത്താൻ ആള് എന്ന് വേണ്ട. അയ്യോ സാറിന് മുഖം വിയർക്കുന്നുണ്ടെ അവര് തന്നെ വന്ന് എന്തിനും. കാരണം കാശുമുണ്ട്, സാഹചര്യം അതുപോലെ. പക്ഷെ പലരുടെയും അവസാനം വളരെ ദാരുണമാണ്, ദയനീയമാണ്. അവരെ ഞാൻ വിധിച്ചതല്ല. ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ പല കാര്യവും നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കും. സ്തോത്രം.
അതെ. അപ്പൊ ഈ മോശ താഴ്മ കാണിക്കുക, താഴ്മ. എന്റെ അഭിപ്രായം പറയാ, ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നവരും അങ്ങനെ ചിന്തയുള്ളവരായിരിക്കണം ഏറ്റവും കൂടുതൽ താഴേണ്ടത്. മറ്റുള്ളവരും താഴരുതെന്നല്ല എന്റെ വാദം. സ്തോത്രം. വളരെ വിനയത്തോടിരുന്നു. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും. സ്തോത്രം. അപ്പോൾ മോശയുടെ താഴ്മ, കർത്താവേ ഞാൻ ഇതിന് എന്തുള്ളൂ. ഈ വാക്യം വായിച്ചപ്പോ പാട്ട് ഒരു കാര്യം ഓർത്തു. പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. പ്രഗത്ഭനായ ഒരാളിനെ വീട്ടിൽ വന്നപ്പം അവര് ഭക്ഷണമെല്ലാം കൊണ്ട് കൊടുത്തു. 4-5 ഏത്തയ്ക്ക പുഴുങ്ങിയതും 5-6 താറാമുട്ടയും അപ്പവും കറിയും എല്ലാം കൊണ്ട്, ചായ, വലിയ കപ്പിനകത്ത് ചായയും. പുള്ളി പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെന്തുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇതൊന്നും. 5-6 ഏത്തയ്ക്കായും താറാമുട്ടയും എല്ലാം ഇഷ്ടം പോലെ, അതിനിടത്തെ അപ്പവും കറിയും എല്ലാം കൊണ്ട് കൊടുത്തപ്പോൾ പുള്ളി ഇതെല്ലാം കണ്ടുവച്ച് പറഞ്ഞ്, കർത്താവേ ഇതെന്തുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇതൊന്നും പോരാ. ഏതാണ്ട് 68 എള്ളുണ്ട ഒറ്റയ്ക്ക് കഴിച്ചു. പേരും സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല. 68 എള്ളുണ്ട, എണ്ണയാ. അതെല്ലാം കഴിച്ചേച്ച അവിടെ അനങ്ങാതിരുന്ന് സന്ധ്യ ആയപ്പം വയറ് വന്നങ്ങ് വീർത്ത്. എണ്ണയല്ലേ, എണ്ണ കലച്ചു. പിന്നെ കർത്താവിന്റെ വലിയൊരു ദാസൻ മൺമറഞ്ഞ കെ എബ്രഹാം അവർകൾ കൈവച്ച് പ്രാർത്ഥിച്ച് വയറ് ചൊട്ടിയെന്ന്. എന്തുള്ളൂ. ഇവിടെ മോശയെ ആ നിലയിലല്ല ചോദിച്ചത്, തന്നെ താഴ്മയെ കാണിക്കുക. അയ്യോ, ഞാൻ പറവനിടയ്ക്ക് പോകാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുവാൻ എനിക്ക് സൗന്ദര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഞാനിതിന് യോഗ്യനല്ല. ആ ഒരു ചിന്തയായിരിക്കണം എനിക്കും നിങ്ങൾക്കും. 2, മോശയുടെ വിശേഷത നാം ഇന്നലെ ചിന്തിച്ചത്, താഴോട്ട് പഠിച്ചു വരുമ്പോൾ വിദ്യാനിപുണൻ. അക്കാലത്ത് ജീവിച്ചിരുന്ന സകല യൗവനക്കാരിലും വെച്ച് വിദ്യാ നിപുണനായിരുന്നു. കാരണം മോശ മിസ്രയീമിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ചു. സകല ജ്ഞാനം. അന്നത്തെ ഏറ്റവും വലിയ സർവകലാശാലയെല്ലാം മിസ്രയീമില്ല. അവിടുന്ന് മുഴുവൻ വിദ്യ അഭ്യസിച്ചു. എല്ലാ വിഷയത്തിലും അഗാധ പാണ്ഡിത്യം. അങ്ങനെ അഗാധ പാണ്ഡിത്യമുള്ള ഒരാള് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പലരും ഉണ്ട്, എങ്കിലും പ്രചാരം നേടിയ ഒരാളാണ് എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി. അദ്ദേഹത്തെ പറ്റി ഞാൻ ഓർത്തത്, നിങ്ങൾ പറയാം ഞങ്ങൾ ഇതിലും വലുത് കേട്ടിട്ട് ഞെട്ടിയിട്ടില്ല, ഇനിയും ഞങ്ങൾ ഞെട്ടുകയില്ല. വേണ്ട, ഞെട്ടണ്ട, എന്നാലും വന്നിരിക്കുന്നല്ലോ. അദ്ദേഹത്തിന് 28 ഡോക്ടറേറ്റ്. വേൾഡിലെ പ്രധാനപ്പെട്ട കോളേജുകളിലെല്ലാം, സർവകലാശാലയിലൊക്കെ പുള്ളി വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു. കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ അദ്ദേഹം പോയി 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ വേൾഡിലെ ഉന്നതന്മാര് നോക്കിയിരിക്കുക. സർവേപ്പള്ളി അവിടെ ചെല്ലാൻ. നമ്മൾ ആരെങ്കിലും ക്ലാസ് എടുത്താൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല, മെനക്കേട്, ചുമ്മാ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ക്ലാസ്സുമായിട്ട്. ഞാൻ നിങ്ങളും ക്ലാസ് എടുത്ത ആൾക്കാർക്ക് മുഖം കാണുമ്പോൾ നമുക്കറിയാം. എന്റെയും നിന്റെയും ക്ലാസിന്റെ വിശേഷമാണ്. ഇന്ന് സർവേപ്പള്ളി അങ്ങനല്ലായിരുന്നു. ലോകത്തിലെ ഉന്നതന്മാര് കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ എന്നെ കാത്തിരിക്കുക. പുള്ളി 1 മണിക്കൂർ അവിടെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. അത്രയ്ക്ക് ഉന്നതനായ മനുഷ്യനാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്ന് പറഞ്ഞതുപോലെ അതിലും പ്രഗത്ഭനായിരുന്നു മോശ. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. മോശയെ പോലെ വിദ്യാ നിപുണനായ ഒരു വ്യക്തി അക്കാലത്തില്ല. അത്രയ്ക്ക് വിദ്യാസമ്പന്നനായ വ്യക്തി ആ താഴ്മയോടെ പറയുന്നത്, അയ്യോ ഞാനിതിനെന്തുള്ളൂ. സ്തോത്രം. നമ്മൾ 10ാം ക്ലാസ്സിൽ ജയിച്ചത് തന്നെ ദൈവത്തിന് നമുക്കും അറിയാം. തുണ്ട് പേപ്പർ എത്ര എണ്ണം നമ്മൾ കൊണ്ടുപോയി കുനുകുനാന്ന് എഴുതി. സ്തോത്രം അല്ലേ? ആ വെച്ചെഴുതുന്നതിന്റെ സൈഡിൽ
എഴുതി. ആ സ്കൂളിൽ പഠിച്ച ഡെസ്ക് നോക്കുമ്പോൾ അറിയാം, ബ്ലേഡ് കൊണ്ട് ചിരണ്ടി വെച്ച്. ആർക്കും ഇപ്പൊ ഒന്നും അറിയാൻ മേല. ഡെസ്കും കണ്ടിട്ടില്ല, ബെഞ്ചും ഡെസ്കിൽ ഇങ്ങനെ ചിരണ്ടി വെച്ച്, എന്നിട്ട് അതിന്റെ മേളിൽ എഴുതുന്ന പേപ്പർ ഒന്നും അറിയാൻ മേലാത്തവനെ പോലെ. ആ പമ്മല് കണ്ടപ്പോ ടീച്ചർക്ക് മനസ്സിലായി ഇവനെന്തോ. ടീച്ചർ വന്ന് പറഞ്ഞ ആ പേപ്പർ ഞാൻ നോക്കിയപ്പം എന്ത് പണിപ്പെട്ട 10ാം ക്ലാസ് കഷ്ടിച്ച് ഞാൻ അതും പോയില്ല. എന്നാലും ചില സന്ദർഭത്തിൽ നമ്മുടെ അഹങ്കാരവും നികളവും. കല്യാണം കഴിഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു, എടീ നിന്റെ മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണിച്ച്. അതെല്ലാം വെള്ളപ്പൊക്കത്തിന് ട്രങ്കിനകത്തായിരുന്നു. ട്രങ്കിനകത്ത് വെള്ളം കയറിയപ്പോ സ്തോത്രം. അച്ഛാ എന്റെ മാർക്ക് ലിസ്റ്റ്. സ്തോത്രം. ഞങ്ങൾ പഠിച്ച സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് തരികയല്ലായിരുന്നു. അതിന് സാറ് തന്നെ സ്തോത്രം. നമ്മുടെ പ്രോഗ്രസ് കാർഡ് ഒന്നും ആരും കാണിക്കാതിരിക്കുന്നതാ. പക്ഷെ മോശി അങ്ങനല്ല, ഉന്നതനായ മനുഷ്യനാ, വിദ്യാനിപുണൻ, അത്രയേറെ വിദ്യാഭ്യാസമുള്ള ആ വ്യക്തിയാണ്. നമുക്കൊരു അല്പം വിദ്യാഭ്യാസമോ അല്പം ഉണ്ട്, പിന്നെ ഞാൻ എന്നെ അങ്ങ് പ്രതിയാക്കുക. പണ്ട് ഒരാള് ബോംബെയിലാന്ന് തോന്നുന്നു, നോർത്ത് ഇന്ത്യ പോയിട്ട് 1 മാസം എങ്ങാണ്ട് അവിടെ നിന്നേച്ച് തിരിച്ച് നാട്ടിൽ വന്ന് സഭായത്തിന് സാക്ഷി പറഞ്ഞു. 1 മാസം എങ്ങാണ്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. സാക്ഷി പറഞ്ഞപ്പോ പാട്ട് പാട് ഐ എം എ സോങ് അയമേ. ഞാൻ എന്നെ അങ്ങ് പ്രതിയാക്കുക. നമുക്കൊരല്പം ലാംഗ്വേജ്, ആംഗലേയ ഭാഷ വശമാണെങ്കിൽ പിന്നെ വേറെ ചില ഭാഷകളുടെ വശമാണെന്ന് നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇംഗ്ലീഷ് തെറി പറയും. എന്നാൽ മോശെ അങ്ങനല്ല, വളരെ താഴ്മയുള്ള മനുഷ്യനാണ്. കണ്ടാൽ ഇതേ സംഭവം പറഞ്ഞപ്പോ ഞാൻ ഒരു സംഭവം ഓർക്കുന്നു. നമ്മുടെ ഒരു വ്യക്തി, അദ്ദേഹം ഒരു പ്രായമുള്ള ആളാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരിയില്ല. അപ്പൊ അദ്ദേഹം ഒരു വീട്ടിലിരുന്നു. ആ വീടുമായിട്ട് അദ്ദേഹത്തിന് അടുപ്പമാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ഒരു പോലീസ് ഓഫീസർ, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം, പ്രധാനപ്പെട്ട ആളാണ്. പുള്ളി അങ്ങോട്ട് ജീപ്പേ വന്ന് ചാടി ഇറങ്ങി. ആ വീടുമായിട്ട് പുള്ളിക്കും അടുപ്പമുള്ളതാണ്. പുള്ളിയുടെ പ്രൗഢിയില് അങ്ങോട്ട് വന്ന് ചാടിയിരുന്നു. ഒരു താനമൊക്കെ പറഞ്ഞു. അപ്പം മറ്റേ ആ പ്രായമുള്ള മനുഷ്യനെ അരക്കൈ ഷർട്ട് വിട്ടുകൊണ്ട് കസാര അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളിയെ മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി അങ്ങോട്ട് വന്ന് പറഞ്ഞു, കാര്യമെല്ലാം പറഞ്ഞു. അപ്പൊ ആ വീട്ടുകാരൻ അപ്പൊ വർത്താനത്തിനിടെ ചോദിച്ചേ, ആരാ ഇത്? പോലീസ് ഓഫീസർ. ആരാ? അപ്പം വീട്ടുകാരൻ പറഞ്ഞ്, നമുക്ക് വേണ്ടപ്പെട്ടവരാ. പിന്നെ വർത്താനം പറഞ്ഞു. ചോദിച്ചു, പേരെന്നാ? നമ്മൾ പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാ. പിന്നെയും പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ ജോലി വല്ലതും ഉണ്ടായിരുന്നു? പിന്നെ പുള്ളി പറഞ്ഞു, ചെറിയ ജോലിയാണ്. ഇയാൾ ഈ പ്രൗഢി പോലീസ് ഓഫീസർ അല്ലേ? ഇപ്പോഴും ഉണ്ട് ഓഫീസർ. പേര് ഞാൻ പറയുന്നത് മോശമല്ലേ? ജോലി ഉണ്ടായിരുന്നോ? പിന്നെ ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞ പിന്നെയും പുള്ളി കാര്യങ്ങൾ, പുള്ളിയുടെ വകുപ്പെല്ലാം ഇങ്ങനെ പറഞ്ഞ അവിടുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്കായി ചോദ്യം ചോദിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? പുള്ളി പറഞ്ഞു, സിവിൽ സർവീസിലായിരുന്നു. പിന്നെ പറഞ്ഞു ഇയാള് വലിയ കസർത്തെല്ലാം കഴിഞ്ഞ് അങ്ങേയറ്റം പറഞ്ഞപ്പം ആ വീട്ടുകാരൻ ഈ പോലീസ് ഓഫീസറോട് ഈ പ്രായമുള്ള പുള്ളിയെ ചൂണ്ടിവെച്ച് പറഞ്ഞു, പുള്ളി ചീഫ് സെക്രട്ടറി ആയിരുന്നെന്ന്, റിട്ടയർഡ് ആയത് എന്ന് പറഞ്ഞാൽ, നീ ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ, നിന്റെ മേലിലത്തെ ഓഫീസർ ലീവ് വേണമെങ്കിൽ അങ്ങേര് സൈൻ ചെയ്യണമായിരുന്നു. ചീഫ് സെക്രട്ടറി.
നിങ്ങൾക്ക് മനസ്സിലായോ? ഏറ്റവും വലിയ മുഖ്യമന്ത്രി പുള്ളിയോട് ചോദിക്കണമല്ലോ. അങ്ങനെ ഒരു അരക്കൈ ഷർട്ട് വിട്ടപ്പം ഈ വിഡ്ഢി ഓർത്ത് എങ്ങാണ്ട് എന്നാലും മുതുക്കം വന്നിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളും നമ്മുടെ മുൻപിലിരിക്കുന്നത് ആരാണെന്ന് ചില അറിയത്തില്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചേ കാര്യങ്ങൾ പറയാവൂ. ഞാനെപ്പോഴും വേലക്കാരുടെ മീറ്റിങ്ങിനൊക്കെ ഞാൻ എന്നെയാ പ്രതിയാക്കുന്നത്. നമ്മുടെ മുൻപിലിരിക്കുന്ന ഉന്നതന്മാരാ വന്നിരിക്കുന്നത്. നമ്മൾ ഈ വിഡിത്തമെല്ലാം പറഞ്ഞ് കേട്ടോണ്ട് അവര് വെടലയാണല്ലോ എന്ന് അവർ ചിന്തിക്കുക. അവർ പറയത്തില്ല. പിന്നെ വേദപുസ്തകത്തിൽ വാക്യം ഉള്ളത് കൊണ്ട് എന്റെ അഭിഷത്തിന് വിരോധമായിട്ട് അതുകൊണ്ട് അവര് ചിലരൊന്നും മിണ്ടുകയല്ല. ഞാൻ അതുകൊണ്ട് വളരെ എനിക്ക് പേടിയാ. ഈ വന്നിരിക്കുന്ന ആരാണ് നമുക്ക് അറിയത്തില്ല. സ്തോത്രം. നമുക്കറിയത്തില്ല ആരാണ്. നമുക്ക് ഒരല്പം വിദ്യാഭ്യാസവും ഒരല്പം സംസാര ശൈലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കത്തില്ല. അത് പാടില്ല. മോശ വിദ്യാനിപുണനായ മനുഷ്യനാ, പക്ഷെ അതിന് താഴ്മ. മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. ഇനി ഒന്നും അവിടുന്ന് പഠിക്കാനില്ല. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നെന്ന സ്തോത്രം. പക്ഷെ ആ മനുഷ്യന്റെ താഴ്മ കണ്ടോ? കർത്താവേ, ഞാൻ എന്തുള്ളൂ മിസ്രയീമിൽ ചെല്ലാൻ, ഫറവോന്റെ കൊട്ടാരത്തിൽ ചെല്ലാൻ, അദ്ദേഹത്തോട് സംസാരിപ്പാൻ, ഈ ജനത്തെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ? എനിക്ക് അതിനുള്ള കഴിവുണ്ടോ? സ്തോത്രം. 3 മോശയുടെ വിശേഷത താഴ്മ. നല്ല ആരോഗ്യമുള്ള വ്യക്തിയാ. കായബലം. നല്ല ബലമാ, ആരോഗ്യമാ. അതല്ലേ ഒറ്റയ്ക്ക് ആ ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്ന് മണ്ണിൽ മറവ് ചെയ്തു. എന്തോ ആരോഗ്യമാ. നമ്മൾ സന്ധ്യ വരെ അടിച്ചാൽ അവനിട്ട് കൊള്ളുകയില്ല. പിന്നെ അവൻ 6:30 ആയപ്പോ നമുക്കിട്ടൊരു തട്ട് കിടക്കുന്ന തിത്തൈ എന്ന് പറഞ്ഞ് താഴെ. അതാണ് നമ്മുടെ ഈ അടി അറിയാവുന്നവരെ അടിക്കാൻ പോകത്തില്ല, അടിക്കത്തില്ല. അവരെ ഒഴിഞ്ഞു മാറുകയുള്ളൂ. ഒന്നും അറിയാൻ മേലാത്ത ചുമ്മാ കയറി. പണ്ട് നമ്മുടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു. പുള്ളിക്ക് അഭ്യാസമൊക്കെ നന്നായിട്ട് അറിയാവുന്നതാ. പുള്ളി ഒരുത്തന് വഴിയിലിട്ട് അടിച്ചപ്പോഴെല്ലാം പുള്ളി അങ്ങ് ഒഴിഞ്ഞു മാറി. അതിനിവൻ കയറി. പിന്നെ പുള്ളി അങ്ങ് ഒഴിയുക. അവസാനം പുള്ളി ലാസ്റ്റ് ഗതികെട്ട് പുള്ളി അങ്ങ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി ഇവൻ സമ്മതിക്കുകയല്ല. അവസാനം പുള്ളി പറഞ്ഞ് ഓടാന്ന് പറഞ്ഞൊരു തട്ട്. അവൻ ഇങ്ങനെ നടക്കുക. പുള്ളി തട്ടി വെച്ച് പുള്ളി അങ്ങ് വീട്ടിൽ പോയി. അവന് ഇങ്ങനെ നിൽക്കുക. ഇതാക്കാനും മേല, പൊക്കാനും മേല. അവസാനം ആൾക്കാർ പറഞ്ഞു, നീ ആരോടാ കയറി കൊമ്പ് കോർത്തത്? അയാരാന്ന് നിനക്കറിയാവോ? പിന്നെ ഇവന് കാര്യം പിടികിട്ടിയത്. അവർ പറഞ്ഞ് ചെന്ന് പുള്ളിയുടെ കാലേ വീണ് ക്ഷമ ചോദിക്കല്ലേ, ഈ കൈ വെച്ചോണ്ട് ഇങ്ങനെ തന്നെ നടക്കും. പുള്ളി പിന്നെ വൈകുന്നേരം വന്ന് വീട്ടിൽ വന്ന് കാലേ വീണ് ക്ഷമ ചോദിക്കാം. പുള്ളി പിന്നെ കാലയിലൊന്നും വീണണ്ട, അഹങ്കാരം കൊള്ളുകയെന്ന് പറഞ്ഞു. പോട്ടെന്ന് വേറൊരു സ്ഥലത്തൊരടി, കൈ താഴെ വന്നു. പൊക്കോളാൻ പറഞ്ഞു. തൊടുമർമ്മ അറിയാവുന്നവരുണ്ട്. അപ്പൊ ആളറിയാതെ കയറി കളിക്കരുതെന്നായി പറഞ്ഞത്. മോശ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. നല്ല ആരോഗ്യമാണ്. സ്തോത്രം. നല്ല ആരോഗ്യം. ഇത്രയും ആരോഗ്യം കായബലമുള്ള വ്യക്തി എന്ത് താഴ്മയോടാ ഇടപെടുന്നത്. നമ്മുടെ ഈ ആരോഗ്യം നിലനിൽക്കുന്നതല്ല കേട്ടോ. ചിലരുടെ ആ വഴക്കുണ്ടാകുന്ന സമയത്തുള്ള ആ പ്രൗഢി ആരോഗ്യവും അവരുടെ ഉശിരുമൊക്കെ കണ്ടാൽ നമ്മൾ ഓർക്ക് ഇപ്പം ഈ പുള്ളിക്ക് ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്. ആ വയറ്റിനകത്ത് ഒരു വയറങ്ങ് ഒഴിഞ്ഞു, ആകെ ചീര വെട്ടിയിട്ടതുപോലെ തലയാഴ്ച കോലയെ കയറി നിന്നതാ. ഇതിനെ ഉള്ളു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. വല്ലതും ആകുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നതിന് യഹോവയിൽ പ്രശംസിക്കണം. നമ്മുടെ ഈ കായബലം നിലനിൽക്കുന്നതല്ല. അകത്ത് കിടക്കുന്ന ഒരു വര പ്രശ്നം ഉണ്ടാക്കിയാൽ മതി, അന്നേരം തീർന്നു നമ്മുടെ ബലം. സ്തോത്രം. കായബലത്തിൽ പ്രശംസിക്കരുത്. ആരോഗ്യം ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. കർത്താവെ, ഇതുവരെ ആരോഗ്യത്തോടിരിപ്പാൻ ദൈവം കൃപ നൽകി. യോഗത്തിന് വരാൻ, നടന്നു പോരുവാൻ, പോകുവാൻ, ജോലി ചെയ്യുവാനൊക്കെ തന്ന ബലത്തിനായി സ്തോത്രം.
ഒന്നുകൂടെ താഴ്മയോടിരുന്നോണം. അവിടുന്ന് ബലം തന്നത് കൊണ്ടാ, കാലിന് അസ്ഥിക്കൊക്കെ ദൈവം ബലം തന്നത് കൊണ്ടല്ലേ നിക്കിയെടുക്കുകയും ചെയ്യുന്നത്. എന്തേലും ചെറിയ പ്രയാസം വന്നാൽ പോരെ കിടപ്പിലാകാൻ, ആർക്കും വരാതിരിക്കട്ടെ, വന്നവര് വിടിവിക്കട്ടെ. പക്ഷെ ഇത് കാണുമ്പോൾ വളരെ സൂക്ഷിച്ചോണം. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഒന്ന്, ആമൻ, അക്കാലത്ത് ജീവിച്ചിരുന്നതിൽ സൗന്ദര്യത്തിൽ ഒന്നാമൻ. 2, വിദ്യ നിപുണൻ. 3, നല്ല കായബലം. ഈ മനുഷ്യനാ താഴ്മയോടെ ഇടപെടുന്നത്. 4, മോശയുടെ പ്രത്യേകത, ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചവനാ. നല്ലൊരു കുടുംബ പശ്ചാത്തലം നല്ലതാ. കണ്ടിട്ട് പുറപ്പാട് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്ന ലേവി ഗോത്രത്തിൽപ്പെട്ടതാ. തന്റെ മാതാപിതാക്കൾ ലേവി ഗോത്രത്തിൽപ്പെട്ടതാ. സ്തോത്രം. അപ്പൊ നല്ലൊരു ഗോത്രത്തിൽ കുടുംബ പശ്ചാത്തലമുള്ള ആളാ മോശ. നല്ല പശ്ചാത്തലമാണ്, ലേവി ഗോത്രമാണ്. യാക്കോബന് ലേയായിക്കൂടിൽ ജനിച്ച 3-ാമത്തെ പുത്രനാണ് ലേവി. ലേവിയെ പറ്റി ആവർത്തന പുസ്തകത്തിൽ മോശ പറയുന്ന ഭാഗമൊക്കെ സ്തോത്രം വളരെ ചിന്തനീയവും പ്രശംസനീയവുമാണ്. ലേവിയെ പറ്റി പറയുന്നത്, ആ ലേവി പറ്റിച്ചേരുന്നവനാ, യഹോവയോട് പറ്റി നിൽക്കുന്നവനാ. ലേയ അതുകൊണ്ടാ പറഞ്ഞ, ഞാൻ ഇനിയും എൻ്റെ ഭർത്താവിനോട് പറ്റിച്ചേരും, അവന് ലേവി എന്ന് പേരിട്ടെന്നാണ്. അപ്പൊ നല്ലൊരു കുടുംബ പശ്ചാത്തലം മോശക്കുണ്ട്. എന്റെ ഭാഷ പറഞ്ഞ നല്ല കുടുംബ പാരമ്പര്യവും മഹിമയും ശ്രേഷ്ഠതയും. പക്ഷെ അതെല്ലാം ഉള്ള മനുഷ്യൻ എന്ത് വിനയമായിട്ടാണ് ഇടപെടുന്നത്. നമ്മുടെ കുടുംബ പശ്ചാത്തലവും പാരമ്പര്യവും ഒന്നും പറയാതിരിക്കുന്നതാ മിണ്ടുകയല്ല. ഒന്നും മിണ്ടാതെ വായു വെള്ളം ഒഴിച്ചുകൊണ്ട് ഇരിക്കുന്നതായിരിക്കും നമ്മുടെ കുടുംബ പശ്ചാത്തലം. നമ്മൾ വലിയ കീർമാനം അടിക്കും, ഞങ്ങൾ അങ്ങനാണ് ഇങ്ങനാണ്. അയലത്തുകാരോടും കൂടെ ചോദിക്കണം, ഇവിടെ ഒരു ഫാമിലി ഉണ്ട് അങ്ങനാണ്. പണ്ട് ഒരാള് ഒരു സ്ഥലത്ത് ചെന്നു. പുള്ളി പറഞ്ഞ ഗൾഫിൽ നിന്നൊക്കെ വന്നയാളാ. അപ്പൊ പുള്ളി ഒന്ന് കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, വഴി ചോദിച്ചപ്പോ ആ പേരിലുള്ള പലരുണ്ട്. അപ്പം കടക്കാർക്ക്, മടക്കട ഇടപെട ആൾക്കാർ, അവർക്കും ഡൗട്ട്. അപ്പൊ പിന്നെ ഇടഞ്ഞിടഞ്ഞ് ചോദിച്ചു ആളിന്റെ പ്രകൃതിയും രീതിയും നീളവും പുള്ളിയുടെ ജോലി എവിടെ അല്ല പറഞ്ഞു അത്രയും പറഞ്ഞപ്പോ കടയിൽ നിന്നവരാണ് പറഞ്ഞ, നമ്മുടെ 2 ഇപ്പൊ പുള്ളി വലിയ വീടുമൊക്കെ വെച്ച് മതിലുമൊക്കെ കെട്ടി 2-3 വണ്ടി ബിസിനസ്സും വലിയ. അപ്പം പക്ഷെ നമ്മുടെ 2 അപ്പം പുള്ളി 2 അപ്പൊ പുള്ളി വേറൊരാളോട് ഇടഞ്ഞു ചോദിച്ചും പറഞ്ഞ്, പുള്ളി പണ്ട് 2 രൂപ കള്ളനോട്ട് അടിച്ചതാണ്. 2 രൂപ കള്ളനോട്ട് അടിച്ച് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് ആ പേരിപ്പോഴും. അതാണ് ഞാൻ ദൃഷ്ടാന്തമായിട്ടാ നമ്മുടെ കുടുംബശ്രേഷ്ഠതയൊന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. സ്തോത്രം. കുടുംബക്കാരുടെ വിശേഷതയൊന്നും അധികം ഒന്നും മിണ്ടാതെ ഇത്രയും പറഞ്ഞാൽ മതി, ഞാനൊരു പാപിയായിരുന്നു, യേശു എന്നെ രക്ഷിച്ചു, ഞാൻ ഇതിന് യോഗ്യനല്ലായിരുന്നു, ദൈവം എന്നെ വിടുവിച്ചു. സ്തോത്രം. നമുക്ക് വല്ലതും പുകഴാനുണ്ടെങ്കിൽ കാൽവരി ക്രൂശില്ല. പ്രൈസ് ദി ലോർഡ്. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവ മിത്രമാക്കിയേ, രക്തമു ചിന്തി യേശു എന്നെ രക്ഷിപ്പാനാ, ഈ സ്നേഹ സ്വരൂപൻ ആത്മസേകിത്, രക്തമു ചിന്തി യേശു എന്നെ രക്ഷിപ്പാനാ, ഈ സ്നേഹ സ്വരൂപൻ. ഓ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ
ആരാമേ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടോ ഈശേക സ്വരൂപനൻ. ഓ ശാശ്വത ഭുജങ്ങളാ മാർവോടണച്ചിടോ ഈശേക സ്വരൂപനൻ. ആത്മ ഈശേക സ്വരൂപനൻ. മുൻപടയായി പിൻപടയായി അഗ്നിമേഘ തൂണുകൾ സൈന്യങ്ങളിൽ അധീപൻ കൂടെയുള്ളതാ. മുൻപടയായി പിൻപടയായി അഗ്നിമേഘ തൂണുകൾ സൈന്യങ്ങളിൽ അധീപൻ കൂടെയുള്ളത്. ഓ യുദ്ധം യഹോവയ്ക്കുള്ള എന്നോർത്തു കൊള്ളുക. തൻ ശേഖ കൊടിക്കിടിയിൽ ആശ്വാസം പ്രാപിപ്പ. യുദ്ധം യഹോവയ്ക്കുള്ള എന്നോർത്തു കൊള്ളുക. തൻ ശേഖ കൊടിക്കിടിയിൽ ആശ്വാസം പ്രാപിപ്പ. ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ സൗഖ്യം, ഘോര വിപത്തുകളിൽ എന്നതാ. ശാശ്വത ഭുജ മാർവോടണച്ചിടോ ഈശേക സ്വരൂപനൻ. ശാശ്വത ഭുജങ്ങളാൽ ഓ ഈശേക സ്വരൂപനൻ. ആത്മസേകിത ഈശേക സ്വരൂപനൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്നെ കേൾക്കുന്ന പ്രിയരെ, വല്ലതും പുകഴാനുണ്ടെങ്കിൽ അത് കാൽവരി ക്രൂശില. പ്രൈസ് ദി ലോർഡ്. നല്ല ആരോഗ്യം, കായബലമുള്ള വ്യക്തിയാ മോശെ. പക്ഷെ ആ മനുഷ്യന്റെ താഴ്മ. ഇന്ന് ഇച്ചിരി ആരോഗ്യം ബലമുണ്ട്, ചുമ്മാ നിൽക്കുന്നവന് ഒരം വെച്ചേ പോവുള്ളൂ. വെറുതെ നിൽക്കുക. നിങ്ങൾ ചില പിള്ളേരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ബസ് സ്റ്റോപ്പിൽ പ്രായമുള്ളവർ അപ്പനും അമ്മയൊക്കെ നിൽക്കും ബസ് കയറാൻ. അല്ലെങ്കിൽ ചില പിള്ളേരെ കണ്ടില്ലേ, ബുള്ളറ്റിൽ അമുട്ട് പൊട്ടി വരുന്നത് പോലെ വന്നേച്ച് ഈ സൈലൻസറിൽ എന്താണ് കൃത്യമായി പൂന്നൊരു ചുമ്മാ നിൽക്കുന്ന വല്യപ്പൻ താഴെ. പിള്ളേരുടെ ആ കോളേജിന്റെ അവിടെ വരുമ്പം വീശി അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് വീശിപ്പോയി, അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വീശിപ്പോയി. ഇന്നാളെ രണ്ടെണ്ണം പോകുന്ന കണ്ടു. അയ്യോ, നമുക്ക് പേടി വരിക. സ്തോത്രം. അഹങ്കാരമാണ്, കായബലത്തിന്റെ ഈ ഒരു അര നിമിഷം പോരെ. സ്തോത്രം. അതുകൊണ്ട് ആരോഗ്യത്തിൽ അധികം പ്രശംസിക്കരുത്. തന്ന ആരോഗ്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞോണം. തന്ന ബലത്തിന് നന്ദി പറയണം. തന്ന കരുത്തിന് നന്ദി പറയണം. അനേകർ കിടപ്പിലായിരിക്കുമ്പോൾ, അനേകർക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, അനേകർക്ക് നടക്കാൻ പറ്റാതിരിക്കുമ്പോൾ, അനേകർ വളരെ ആഗ്രഹിച്ചിട്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ആരോഗ്യത്തിന്, തന്ന ബലത്തിന്, കാലുകൾക്ക് ബലം നൽകി, കൈകൾക്ക് ബലം നൽകി, ശബ്ദം ദൈവം നൽകി, അവൻ ആന്തരിക അവയവങ്ങളെ ബലപ്പെടുത്തി, അവൻ ബാഹ്യ അവയവങ്ങൾക്ക് ബലം നൽകി. നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്റെ താഴ്ചയ്ക്ക് നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആകാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീ. അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. ഗ്ലോറി. മോശയുടെ വിശേഷത നല്ല വിവേകവും കൂർമ്മബുദ്ധിയുള്ളവന്. നല്ല വിവേകവും കൂർമ്മബുദ്ധി, നല്ല വിവേകമാണ്. അതിനൊരു തെളിവ് എബ്രായനും മിസ്രയീമിനും തമ്മിൽ ശണ്ട ഉണ്ടാക്കുന്നു. പുള്ളി അങ്ങോട്ട് ചെന്നേച്ച് അവിടെ ചുമ്മാ കയറി അടിച്ചു കൊല്ലുകയല്ല. പിന്നെ എങ്ങനെ എഴുതിയേക്കുന്നേ? രണ്ടുപേര് അടി ഉണ്ടാക്കിയപ്പോൾ ഒറ്റയടിക്ക് അവനെ അങ്ങനല്ല. അവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും
നോക്കി, അതൊന്ന് നോക്കുന്ന നല്ലതാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കണം. അതാ വിവേകമാണ്. അല്ല എന്നാ ഉടനെ അടിച്ചു കൊല്ലുകായിരുന്നോ? ചെന്നു അവര് ശണ്ട ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇതിനകത്തെ ആത്മീയ പാഠം, ഞാനും നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കുന്ന നല്ലതാണ്. ഒരു വാക്ക് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ സംസാരിക്കാവൂ. മുൻപിലിരിക്കുന്ന ആരാന്ന് കണ്ടേ. ചിലരെ നമുക്ക് പ്രസംഗത്തിന് വിളിക്കുമ്പോൾ മെപ്രാളമാ. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളുകയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്ന നല്ലതാ അല്ലേ? അത് വല്യപ്പൻ, മോൻ, കൊച്ചുമോൻ, വല്യമ്മ, മോള്, കൊച്ചുമോള്, ഒന്ന് നോക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും? മാതാപിതാക്കൾ ഇരിക്കുകയല്ലേ, സഹോദരങ്ങൾ ഇരിക്കുകയല്ലേ, ആങ്ങളെ പെങ്ങളും അല്ലേ അടുത്തിരിക്കുന്നേ, ചേടത്തി അനിയത്തിയല്ലേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാ. വീട്ടിൽ തന്നെ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേച്ച് വേണം. മോന്റെ കേക്ക് പറയാൻ കൊള്ളുന്നത്, മോടെ കേക്ക് പറയാൻ കൊള്ളാവുന്നത്, അപ്പന്റെ അമ്മയുടെ കേക്ക് പറയാൻ കൊള്ളാവുന്നത്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേച്ച് സംസാരിക്കാം. ചിലക്ക് യാതൊരു ബോധവും ഇല്ല. ഏകപട എമ്പട തെർപട ചമ്പട ബോധമെന്ന് അയ്യോ, പിള്ളേര് കേൾക്കാതെ പറയാവോ? തെറ്റല്ലേ? പിള്ളേര് കേക്കെ ആവശ്യമില്ലാത്ത പദങ്ങൾ ഉച്ചരിക്കാവോ? പണ്ട് ഞാൻ വൈകിയനുണ്ടെന്ന് ഞങ്ങൾ രണ്ടുകൂടെ സ്ഥലം പറയുന്നില്ല, ഒരു വീട്ടിൽ ഇരിക്കുക. പുള്ളിയും ചില കണ്ടാൽ മോശമല്ലേ, അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുള്ളി പറയാൻ പറ്റാത്ത കാര്യങ്ങളായി പറയുന്നത്. ഞാൻ കണ്ണ് കാണിക്കുന്നുണ്ട്. അപ്പം പുള്ളിയുടെ അനിയന്റെ മോൻ അടുത്തിരിക്കുക. കൊച്ചൻ കേൾക്കാൻ പറ്റാത്ത കാര്യമാ പുള്ളിക്ക് പിന്നെ ബെല്ലും ബ്രേക്കും ഒന്നുമില്ല ഇല്ല. അപ്പം ഇത് പറഞ്ഞ് യവൻ അവിടെ ഇരുന്ന് അഭിപ്രായവും പറഞ്ഞു. പുള്ളി പറഞ്ഞതിന് അനിയന്റെ മോൻ അഭിപ്രായം പറഞ്ഞു. അങ്ങനല്ലേ അച്ചായ? പുള്ളി പറഞ്ഞു അങ്ങനല്ലടാ, ഇങ്ങനെയാടാ. ഇതെല്ലാം പറഞ്ഞു പുള്ളി പിന്നെ കടുപ്പിച്ച് ഒന്ന് രണ്ട് ഭാഷ പറഞ്ഞിട്ടറിയാം. പക്ഷേ കൊച്ചൻ ഇരിക്കുന്നു, ഇല്ല ഞാൻ വല്ലതും പറഞ്ഞേനെ വന്നു. അപ്പൊ പറയാവുന്ന മുഴുവൻ പറഞ്ഞു, അവൻ അഭിപ്രായവും പറഞ്ഞു. എന്നിട്ട് പുള്ളി ലാസ്റ്റ് പറയാ, കൊച്ചൻ ഇരിക്കുന്നില്ല ഞാൻ വല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കണ്ടേ? പുള്ളി സംസാരിക്കുമ്പോ മക്കളും ഭാര്യയൊക്കെ എടുന്നിട്ട് ഓടും. സ്തോത്രം. ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന നല്ലതാ. നിന്റെ കൂടെ ആരായിരിക്കുന്നത്? നിന്റെ വീട്ടിൽ ആരുണ്ട്? സഭയിൽ ആരുണ്ട്? അഖിലത്ത് ആരുണ്ട്? നീ വീട്ടിൽ സംസാരിക്കുമ്പോൾ അപ്പുറത്തുകാർ കേൾക്കുമോ? പ്രായമുള്ള അപ്പനും അമ്മയും മുറിക്കകത്തിരിപ്പുണ്ടോ? അല്ലെ അതിഥികളായിട്ട് ആരെങ്കിലും നിന്റെ വീട്ടിലുണ്ടോ? അല്ലെ നിന്റെ മകൾ അത് കേൾക്കുകയല്ലേ? ചിന്തിക്കണ്ടേ? അഭിപ്രായ വ്യത്യാസം എല്ലായിടത്തും ഉണ്ട്. എവിടെ ഇല്ലാത്ത? എല്ലാ വീടുകളിലും ഇല്ലേ അഭിപ്രായ വ്യത്യാസം ഇല്ലേ? അതൊക്കെ ചായ ഉണ്ട്. അവിടെ ഇല്ലേ? ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ വീടുകളിലില്ലേ? എവിടെ ഇല്ലാത്ത? കാനഡയിലില്ലേ? എവിടെ ഇല്ലാത്ത? എല്ലായിടത്തും ഉണ്ട്. അവിടെ ഇല്ലേ? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാ സംസാരിക്കാവൂ. അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാന് ഒരു വീട്ടിലിരിക്കുമ്പോൾ അവര് ഭാര്യയും ഭർത്താവും കൂടെ അകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതൊന്നും ഞാൻ അറിഞ്ഞില്ല, പിന്നെ പറയുമ്പോൾ അറിയുന്നത്. അങ്ങേര് അല്പം ശുണ്ടിക്കാരനാ. അയാളൊരു ഒറ്റ അടി അടിച്ചു അവർക്കിട്ട്. അങ്ങനത്തെ എന്തോ അടി കിട്ടത്തക്ക വിധത്തിലുള്ള സംസാരമാ അവരുടെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷെ അടിക്കരുതായിരുന്നു. അദ്ദേഹം അടിച്ചു. അടിച്ചത് തെറ്റ്, പക്ഷെ അദ്ദേഹം അടിച്ചു. സിറ്റൗട്ടിൽ ഇരുന്ന ഞാൻ ശബ്ദം കേട്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി തന്നെ ചായയൊക്കെ ഇട്ട് ട്രേയ്ക്കകത്ത് ചായ കൊണ്ടുവന്ന് വെച്ചു. പാസ്റ്റർ ചായ കുടിച്ചാട്ടെ. പുള്ളി അടിച്ചേച്ച് തിരിച്ചു വന്ന് ഞാനുമായിട്ട് വർത്താനവും പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവര് 2 കപ്പ് ചായ കൊണ്ടുവന്നു. പുള്ളിക്കും എനിക്കുവാ.
എന്നിട്ട് പറഞ്ഞു, പക്ഷേ എന്നാ ഉണ്ട് വിശേഷം, സൗഖ്യമായിട്ടിരിക്കുന്നല്ലോ? ഞാൻ പറഞ്ഞു സൗഖ്യം. എന്ത് രേണുവും ജോഷുവായൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞു സൗഖ്യമായിട്ടിരിക്കുന്നു. രേണുവിൻ്റെ അസുഖമൊക്കെ എങ്ങനെ ഉണ്ട്? പറഞ്ഞു കുഴപ്പമില്ല, ദൈവം നടത്തുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. വളരെ ലോക്യമായിട്ട് അവർ സംസാരിക്കും. അപ്പൊ പിന്നെ എനിക്ക് സംശയം, ഈ ശബ്ദം പിന്നെ എന്നാ കേട്ടത്? അവരെ ആടികൊണ്ടെങ്കിൽ ഒരിക്കലും ചായ ആയിട്ട് വരാൻ സാധ്യത. പിന്നെ എനിക്ക് ഡൗട്ട്, ശബ്ദം ഒരു ചെറിയ അടക്ക സംസാരവും കേട്ട് ഈ ശബ്ദവും കേട്ട്, അപ്പൊ എന്റെ കൂർമ്മബുദ്ധിക്ക് എന്തോ അഭിപ്രായ വ്യത്യാസം വന്ന് അവന് ഇവർക്കിട്ട് തല്ലിയോ. പക്ഷെ അവര് തിരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ചായ, 2 കപ്പ് ചായ, ആ ചായ കുടിച്ചേച്ച് ആ മനുഷ്യൻ പറയാ, എടീ നല്ല ചായയാന്ന്. അടി എന്നോട് പറയാ, ഇവക്ക് നന്നായിട്ട് ചായ ഇടാൻ അറിയാം. അവര് ഒരു ചെറിയ ചിരി ചിരിച്ചേച്ച് സ്ത്രീ അകത്തോട്ട് പോയി. പിന്നീട് ചില നാളുകൾ കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ഞങ്ങൾ എന്തോ കാര്യം ഇങ്ങനെ സംസാരിച്ചും പറഞ്ഞു, പാസ്റ്ററെ അന്ന് ഈ പുള്ളി എനിക്കിട്ട് അടിച്ചതാണ്, ഞാൻ എന്നെ തല്ലിയതാണ്. സന്തോഷിച്ചിരുന്നപ്പോഴാണ് അന്നേരം പുള്ളി പറഞ്ഞു, ഞാൻ അന്നേരത്തെ ഇതിന് ക്ഷോഭത്തിന് ഞാനന്ന്. പക്ഷെ ആ സ്ത്രീയും അങ്ങേരും അത് മാനേജ് ചെയ്തത് കണ്ടോ? അങ്ങേര് തല്ലിയത് തെറ്റ്, അവരാ ഭാഷ പറഞ്ഞത് തെറ്റ്. പക്ഷെ മൂന്നാമത് ചെന്ന് എന്നെ അവർ അറിയിച്ചില്ല. നിങ്ങൾ വല്ലവായിരുന്നല്ലോ, ഓടിവായോ പാസ്റ്റേ, ഓടിവായോ, ഇയാൾ എന്നെ കൊല്ലുന്നേ. അപ്പുറത്തുകാരൂടെ ഓടി വരും. അവസാനം പാസ്റ്റർ പറഞ്ഞ, അച്ചായ അവനെ തല ഇവിടെ ഞാൻ ഇന്ന് ഉടനെ അവര് കൊല്ലടോ, തന്റെ കൂടി നീ ജീവിച്ചിട്ട് കൊല്ലും. നാട്ടുകാരും കൂടി എന്ത് ഭൂകമ്പം അവിടെ ഉണ്ടാക്കും. എനിക്ക് അതിനു ശേഷം ആ സ്ത്രീയെ വളരെ ബഹുമാനമാണ്. ഞാൻ അവരോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടാണ്. ആ ഒരൊറ്റ വിഷയത്തിൽ ഭയങ്കര ബഹുമാനമായി പോയി. എന്ത് പരിജ്ഞാനത്തോടെ പക്വതയോടെ കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കുന്ന നല്ലതാ. ബാക്കി നമുക്ക് വൈകിട്ട് സംസാരിക്കാം, പോരെ? ഇപ്പൊ ഈ 5 പോയിന്റ് തന്ന് ഇതൊന്ന് ക്രമീകരിച്ചിട്ട് ബാക്കി ഒരു 7 പോയിന്റ് വൈകിട്ടുണ്ട്. ഇതിനൊരു 6 മണി വരെ ഇതൊന്ന് ജീവിതത്തിൽ ഒന്ന് ഞാൻ നിങ്ങളും എല്ലാം ഒന്ന് ക്രമീകരിച്ച് ബാക്കി പോയിന്റ്, അല്ലെ മുഴുവൻ പോയിന്റും കിട്ടാതെ ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേക്കുകയല്ലെന്ന് വേണ്ട. നമുക്കൊന്ന് ക്രമീകരിക്കാം നമ്മുടെ ജീവിതത്തെ. ഞാൻ പ്രസംഗിക്കുന്ന എന്നെയും കൂടെ ചേർത്താ പറയുന്നത്. എല്ലാവരും ഒന്ന് സമർപ്പിച്ച് ദൈവത്തിന് മഹത്വം എല്ലാവരും സമർപ്പിച്ചാട്ടെ.